ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് UKG ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം എക്സാം മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പുട്ട് എ ടിക്ക് ഇൻ ദ ബോക്സ്. കുറച്ച് ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിൽ ഏതാണ് ശരിയെങ്കിൽ അതിനെ ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. എ ക്വസ്റ്റ്യൻ, ദ ബിഗ് എനിമൽ. 2 എനിമലെ തന്നിട്ടുണ്ട്. അതിൽ ബിഗ് എനിമൽ ഏതാ വെച്ചെങ്കിൽ അതിന് ടിക്ക് ചെയ്യണം. ഏതാണ് ബിഗ് എനിമൽ? റാബിറ്റ് ആണോ, ലയൺ ആണോ? ഏതാണ് ബിഗ് എനിമൽ? ലയൺ ആണ്. ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്, വലിയ എനിമൽ എന്ന് പറയുന്നത് ലയൺ ആണ്. അപ്പം ലയൺ എന്ന ചിത്രത്തിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. ബി ക്വസ്റ്റ്യൻ, ദ ടാൾ പേഴ്സൺ. ടാൾ പേഴ്സൺ ആരാ? ഒരു ചെറിയ കുട്ടീനും ഒരു വലിയ കുട്ടീനും തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതാണ് ടാൾ പേഴ്സൺ? ടാൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇത്തിരി ഉയരമുള്ള ആളിനെയാണ് പറയുന്നത്, ടാൾ പേഴ്സൺ. അപ്പം ഉയരമുള്ളത് ആരാ? ഉയരമുള്ള ആളിനെ ടിക്ക് ചെയ്യണം. സി ക്വസ്റ്റ്യൻ, ദ ഹെവി ബുക്ക്. 2 ബുക്കുകൾ തന്നിട്ടുണ്ട്. അതിൽ ഹെവി ബുക്കിനെ നമ്മൾ ടിക്ക് ചെയ്യണം. ഹെവി എന്ന് പറഞ്ഞാൽ എന്താ? ഭാരം കൂടിയത്. അപ്പം ഭാരം കൂടിയ ബുക്ക് ഏതാ? ഭാരം കൂടിയ ബുക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. ഡി ക്വസ്റ്റ്യൻ, തിൻ ഒബ്ജക്റ്റ്. 2 ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. അതിൽ തിൻ ഒബ്ജക്റ്റിനെ നമ്മൾ ടിക്ക് ചെയ്യണം. എന്താണ് തിന്ന് എന്ന് പറഞ്ഞാൽ? തിന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടി കുറഞ്ഞത് അല്ലെങ്കിൽ തടി കുറഞ്ഞത് എന്നൊക്കെയാണ് തിന്ന് എന്ന് പറഞ്ഞാൽ. അപ്പം തിന്ന് ഏതാ? തിന്ന് തടി കുറഞ്ഞ ആ ഒബ്ജക്റ്റിനെ നമ്മൾ ടിക്ക് ചെയ്യണം. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം 21 to 40. 21 തൊട്ട് 40 വരെയുള്ള നമ്പർ എഴുതാനാണ് പറയുന്നത്. 21, 22 അത് രണ്ടും തന്നിട്ടുണ്ട്. പിന്നെ എന്ത് എഴുതും? 23, 24, 25, 26 എന്ന് എഴുതണ്ട, അതവിടെ തന്നിട്ടുണ്ട്. 27, 28, 29, 30 തന്നിട്ടുണ്ട്. 31 തന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്ത് എഴുതും? 32, 33, 34, 35 അവിടെ തന്നിട്ടുണ്ട്. 36, 37, 38 അവിടെ തന്നിട്ടുണ്ട്. 39, 40 അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ കൂട്ടുകാരെ, ഇതുപോലെ വിട്ടുപോയ കളങ്ങളിൽ നിങ്ങൾ എഴുതാനാണ് അവിടെ പറയുന്നത്. കളർ ദ ഷേപ്സ്, മാച്ച് ദ ഷേപ്സ് വിത്ത് ദ ഒബ്ജക്റ്റ്. ഷേപ്പിനൊക്കെ കളർ ചെയ്യുക, എന്നിട്ട് മാച്ച് ചെയ്യുക. സ്ക്വയറിനെ എങ്ങനെ മാച്ച് ചെയ്യാം? സ്ക്വയറിനെ നമുക്ക് ആ ചെസ് ബോർഡിലേക്ക് മാച്ച് ചെയ്യാം. ട്രയാങ്കിളിനെ നമുക്ക് എവിടേക്ക് മാച്ച് ചെയ്യാം? ട്രയാങ്കിളിനെ നമുക്ക് ആ ട്രയാങ്കിൾ ഷേപ്പുള്ളതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. സർക്കിളിനെ നമുക്ക് ഏതിനെ മാച്ച് ചെയ്ത് കൊടുക്കാം? സർക്കിളിനെ നമുക്ക് ആ വീലിനെ, ആ ചക്രത്തിനെ വേണ്ടിയിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാം അല്ലേ. കൗണ്ട് ആൻഡ് റൈറ്റ് നമ്പർ, സെലക്ട് ആൻഡ് റൈറ്റ് നമ്പർ നെയിംസ്. അപ്പോൾ കൗണ്ട് ചെയ്യുക, ആ നമ്പർ അവിടെ എഴുതുക, എന്നിട്ട് ഇതിന്ന് സെലക്ട് ചെയ്തിട്ട് ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യാം? വേർഡ്സിൽ എഴുതുന്നത് സെലക്ട് ചെയ്തിട്ട് ഇതിനടുത്ത് എഴുതുക. ഓക്കെ കൂട്ടുകാരെ, ആദ്യത്തെ ഒരു ഫിഷാണ്. അപ്പോൾ അത് നമുക്ക് കൗണ്ട് ചെയ്യാം. 1. അപ്പോൾ ആദ്യത്തേൽ എന്ത് എഴുതും? നമ്മൾ 1 എന്ന് എഴുതും. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തെ കളിയിൽ എന്ത് എഴുതും? തൊട്ടപ്പുറത്ത് അതിൽ എന്ത് എഴുതും? ONE 1. അതെടുത്ത് നമ്മൾ അതിലേക്ക് എഴുതണം. ഓക്കെ, ഇനി അടുത്തത് ഗ്രാസ് ഹോപ്പറാണ്. ഗ്രാസ് ഹോപ്പർ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4. എത്രയുണ്ട്? 4. അപ്പോൾ 4 എന്ന് എഴുതുക, എന്നിട്ട് അതിൻ്റെ സ്പെല്ലിങ് എഴുതുക. എന്താ? ആ തന്നിരിക്കുന്ന ബ്രാക്കറ്റിൽ നിന്ന് ആ 4ൻ്റെ സ്പെല്ലിങ് എടുത്ത് എഴുതുക. എന്താണ് സ്പെല്ലിങ്? FOUR. ഇനി അടുത്തത് ഫ്ലവേഴ്സാണ്. പിന്നെ ഫ്ലവേഴ്സ് നോക്കാം നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 10 ഫ്ലവേഴ്സാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ 10 എന്ന് എഴുതി. അതിൻ്റെ സ്പെല്ലിങ് തൊട്ടടുത്ത കളത്തിൽ എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും? TEN, 10. അപ്പം ഇതൊന്ന് നോക്കി എഴുതുക വേണ്ടോ കേട്ടോ. ബ്രാക്കറ്റിൽ കൊടുത്തതിൽ നിന്ന് നോക്കി എഴുതുക വേണ്ടോ. അപ്പോൾ എത്ര പാരറ്റ് ഉണ്ട്? 1, 2, 3, 4, 5, 6. 6 പാരറ്റാണ്. അപ്പം 6 എന്ന് എഴുതി. ഇനി എന്ത് എഴുതും? ഇനി 6 എന്ന് ഇതിന്ന് എടുത്ത് എഴുതണം. SIX. അത് തൊട്ടടുത്ത് എഴുതുക. ഓക്കെ കൂട്ടുകാരെ, ഇത് നമ്പർ എഴുതുക, പിന്നെ അതിൻ്റെ സ്പെല്ലിങ് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജോയിൻ ദ ഡോട്ട്സ് ഫ്രം 41 to 55. 41 തൊട്ട് 55 വരെയുള്ള നമ്പറുകൾ ജോയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പം 41 പിന്നെ ഇങ്ങോട്ട് ചെയ്യും, 42ലേക്ക് വരയ്ക്കണം. പിന്നെ 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55. അങ്ങനെ ഓർഡറായിട്ട് എണ്ണുമ്പോൾ തന്നെ 41 കഴിഞ്ഞ് 42 എണ്ണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ആ ഡോട്ടിലേക്ക് ഇങ്ങനെ വരച്ച് പോകുമ്പോൾ നമുക്കൊരു പിക്ചർ അവിടെ കിട്ടും. എന്ത് പിക്ചറാണ്? ഒരു ഷിപ്പിൻ്റെ പിക്ചർ നമുക്ക് കിട്ടും. അടുത്തത് കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ.
അപ്പോൾ കൗണ്ട് ചെയ്യുക, എന്നിട്ട് ആ നമ്പർ അവിടെ എഴുതുക. നോക്കൂ, ആദ്യത്തേൽ എത്രയുണ്ട്? ആദ്യത്തെ 10ൻ്റെ ഒരു കെട്ടാണ് അല്ലേ. അപ്പം 10, പിന്നെ 10 കഴിഞ്ഞാലോ 11, 12. അപ്പോൾ അവിടെ 12 എന്ന് എഴുതുക. അടുത്തതോ വീണ്ടും 10ൻ്റെ 2 കെട്ടുണ്ട് അല്ലേ. 10, 20, 21, 22, 23, 24. അവിടെ 24 എന്ന് എഴുതുക. അടുത്തത് 10, 20, 30, 31, 32, 33. അപ്പോൾ 33 എന്ന് എഴുതുക. അടുത്തതോ 10, 11, 12, 13, 14, 15, 16, 17, 18 എന്ന് എഴുതുക. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബായ്.